പാലാ നഗരസഭയിലെ കുടുംബ ഭരണം അവസാനിപ്പിക്കാനും പാലായുടെ പാരമ്പര്യവും യശസ്സും തിരിച്ചുപിടിക്കാനും ലക്ഷ്യമിട്ടാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് ബിജു പാലിമടവൻ. നിലവിലെ ഭരണകക്ഷിയിൽപ്പെട്ടവർ തന്നെ ഭരണത്തിനെതിരെ തിരിഞ്ഞപ്പോൾ അവിശ്വാസം കൊണ്ടുവരാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. കാലം കാത്തുവെച്ച കാവ്യനീതിയാണ് ദിയാബിനുവിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് ഭരണത്തിൽ നിന്നും താഴെ ഇറങ്ങേണ്ടി വന്നതെന്നും പാലിപ്പടവൻ പറഞ്ഞു. മാണിസാറ് വിവാഹം ചെയ്ത പാല, നല്ല സുന്ദരമായ ഒരു പാല, അതിന്റെ ഒരു കാലഘട്ടത്തിന്റെ ഒരു ഓട്ടമാണ് കഴിഞ്ഞ 6 മാസക്കാലം വന്നത്. ഇത് രാഷ്ട്രീയമായിട്ടല്ല, ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിശ്വാസം നിങ്ങൾക്കറിയാം. അവിശ്വാസം ആദ്യം പ്രകടിപ്പിച്ചത് ഞങ്ങളല്ല, സാങ്കേതികമായിട്ട് ഞങ്ങൾക്കാണ് 3-1 ഭൂരിപക്ഷം വേണം. അപ്പൊ 3-1 കോറം വേണം. അത് ഞങ്ങൾക്കുള്ളതുകൊണ്ട് ഞങ്ങൾ അതിനു മുമ്പ് തന്നെ കോൺഗ്രസ് പാർട്ടിയിലെ കൗൺസിലർമാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പ്രമേയം അവതരിപ്പിച്ചു. അപ്പൊ പാലായ്ക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഈ ചെറുപ്പക്കാരി എന്ന പരിഗണനയിൽ ശക്തമായ എതിർപ്പ് ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഭരണപക്ഷ അംഗങ്ങൾ തന്നെ എതിർപ്പുമായി വരുമ്പോൾ മറ്റു മാർഗമില്ലായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിന്റെ നേതൃത്വത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ നൽകിയ മുന്നേറ്റം ഇല്ലാതാകുന്ന സാഹചര്യത്തിൽ ഭരണസമിതി ഒഴിവാക്കാനാണ് അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. പുതിയ സാഹചര്യത്തിൽ പാലാ നഗരസഭയെ അനാഥമാക്കാൻ അനുവദിക്കില്ലെന്നും പാലിപ്പടവൻ പറഞ്ഞു. നിയമസഭാ ഇലക്ഷന് വേണ്ടി MLA-യും MP-യും ജോസഫ് ഗ്രൂപ്പും എങ്ങനെയെങ്കിലും ഭരണം പിടിക്കാൻ വേണ്ടി ഈ കുടുംബ മുന്നണിയുമായി ചേർന്ന് നടത്തിയ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇന്നിവിടെ പൊളിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിത് കാലം കരുതി വെച്ച കാവ്യനീതി എന്ന് പറയുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ ഒക്കെ ഈ 6 മാസക്കാലത്തെ ഭരണമെടുത്താൽ ആ ഭരണത്തിൽ നിരവധി പോരായ്മകൾ ഉണ്ടായിരുന്നു, ഭരണ സ്തംഭനമായിരുന്നു. എങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് ഒരു പ്രതിപക്ഷം എന്നതിൽ ക്രിയാത്മകമായിട്ട് ഞങ്ങൾ തുടരുകയായിരുന്നു. കാരണം ചെറുപ്പക്കാരിയായ ഒരു ചെയർപേഴ്സൺ നിൽക്കുമ്പോൾ അവരെ അവിശ്വാസത്തോടെ പുറത്താക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. പക്ഷേ അവരുടെ മുന്നണിയിൽപ്പെട്ട ആൾ തന്നെ, അവരുടെ ആൾക്കാർ തന്നെ, അവർക്ക് പിന്തുണ കൊടുത്ത കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായിട്ട്, കൗൺസിലർമാരും മണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെ ഒറ്റക്കെട്ടായിട്ട് അവിശ്വാസം പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിനൊരു കടമയുണ്ട്. പാലായിലെ ഒരു സ്ഥിരത ഉണ്ടാക്കുക, സ്ഥിരമായ ഭരണം ഉണ്ടാക്കുക. അതിനുവേണ്ടി അവരെ സംബന്ധിച്ച് അവിശ്വാസം കൊടുക്കണേ 3-1 കോറം വേണം. അവർക്ക് കോറമില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കക്ഷി എന്നതിൽ അല്ലെങ്കിൽ LDF-ന്റെ 12 കൗൺസിലർമാരും ഒറ്റ ചേർന്ന് ഞങ്ങൾ അതിൻ്റെ അകത്ത് അവിശ്വാസം കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാലായുടെ വികസനം ആഗ്രഹിക്കുന്ന, നന്മ ആഗ്രഹിക്കുന്ന 17 പേര് ഇന്നവർക്ക് ഹാജരായി. ആ 17 പേരും ഒറ്റക്കെട്ടായിട്ട് അവിശ്വാസത്തെ അനുകൂലിക്കാനുണ്ട്. രാഷ്ട്രീയ വിരോധവും പക്വതയില്ലാത്ത തീരുമാനങ്ങളുമായി നഗരസഭ ഭരണം അവതാളത്തിലായതായി മുൻ ചെയർപേഴ്സൺ ബെറ്റി ഷാജുവും പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന്റെ പേരിൽ ജോസ് കെ മാണിയെ അപഹസിക്കാൻ പ്രമേയം പാസാക്കിയതടക്കമുള്ള നടപടികൾ പ്രതിഷേധാർഹമായിരുന്നു. വികസന പ്രവർത്തനങ്ങൾ കൃത്യമായി നടപ്പാക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞില്ലെന്നും ബെറ്റി ഷാജു കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഈ പ്രതിപക്ഷ, അതായത് ഈ അവിശ്വാസത്തെ പിന്താങ്ങിയ, അവിശ്വാസം പാസ്സാക്കുന്നതിന് ഒന്നിച്ചുകൂടിയെന്ന എല്ലാവർക്കും അവരവരുടേതായ പാർട്ടികൾക്ക് നേതാക്കളുണ്ട്. ആ നേതാക്കൾ പറയുന്നതനുസരിച്ച് ചർച്ച ചെയ്ത് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഇവിടെ ഒരു കാര്യം ഇതിൽ നിന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു പാഠമുണ്ട്. അഹങ്കാരത്തിന് മുകളിലിരിക്കുന്ന ദൈവം പണി തരും. കാവ്യനീതി നടപ്പാക്കി എന്ന എല്ലാ സ്റ്റേജുകളിലും പറയാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം പറഞ്ഞെടുത്ത് ഈ കാവ്യനീതി ദൈവം നടപ്പാക്കിയെന്നേ എനിക്ക് പറയാനുള്ളൂ. ജോസ് കെ മാണി പരാജയപ്പെട്ടപ്പോൾ അദ്ദേഹത്തെ ഏറ്റവും അധിക്ഷേപിക്കാവുന്ന രീതിയിൽ നമ്മൾ ആരുടെയും മനസ്സിന് മുറിവേൽപ്പിക്കരുത്. ഏറ്റവും അധിക്ഷേപിച്ച രീതിയിലാണ് സംസാരിച്ചത്. അതുപോലെ തന്നെ നഗരസഭാ കൗൺസിൽ പ്രമേയം പാസ്സാക്കി ജോസ് കെ മാണിയെ കൊണ്ടുപോയി അവിടെ മഹാരഥന്മാരുടെ മക്കൾക്ക് കഴിവില്ല, മക്കളെ കയറ്റി അവിടെ സ്ഥാനത്തിരുത്തണം എന്താണെന്ന് പറഞ്ഞാലും ജോസ് കെ മാണിക്ക് കഴിവില്ല എന്ന് പറയുന്ന പാലക്കാരൻ ഇദ്ദേഹം മാത്രമേ കാണുള്ളൂ. കാരണം ഒന്നുമില്ലെങ്കിൽ ഈ പാലായിൽ ഇത്രയും പ്രസ്ഥാനങ്ങൾ കൊണ്ടുവന്നു. ഓരോരുത്തരും ജനിച്ചു വളരുന്ന സാഹചര്യം, തീയിൽ കുരുത്തവൻ വെയിലത്ത് വാടില്ല എന്ന് പഴയ കാരണവന്മാർ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അപ്പൻ തീയിൽ കുരുത്തു, മകനായപ്പോഴത്തേനും കുറച്ചുകൂടെ സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ആയപ്പോഴത്തേനും അത്രയും തീയിൽ കുരുത്തിട്ടില്ല. പക്ഷെ അതുകൊണ്ട് വെയിലത്ത് വാടണമെന്ന് നിർബന്ധമൊന്നുമില്ല എന്ന് വിശ്വസിക്കുന്നു.